മധുരക്കിഴങ്ങ് വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്നാക്ക് ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത് പഴയകാല ഒരു റെസിപ്പിയാണ്. പണ്ടൊക്കെ നോമ്പ് കാലങ്ങളിൽ അധിക വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു കടിയാണ് ഇത്. ചായക്കടി നല്ല ടേസ്റ്റിയാണ്. മധുരക്കിഴങ്ങ് വെച്ചിട്ട് ഇങ്ങനെ ഒരു കടി ഉണ്ടാക്കിയാൽ കുറേ കിഴങ്ങൊന്നും വേണ്ടി വരില്ല. ഈ കടി ഉണ്ടാക്കണമെങ്കിൽ രണ്ടേ രണ്ട് കിഴങ്ങാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതായത് പഴംപൊരി പോലെ നീളത്തിൽ അരിഞ്ഞിട്ടാണ് നമ്മൾ ഇതുണ്ടാക്കാറ് പണ്ടൊക്കെ. എങ്ങനെയാണ് മധുരക്കിഴങ്ങ് പൊരി ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അത്യാവശ്യം വലിപ്പമുള്ള 2 മധുരക്കിഴങ്ങാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലവണ്ണം അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മണ്ണൊക്കെ കഴുകി വൃത്തിയാക്കണേ. പിന്നെ ഇതെങ്ങനെ നീളത്തിൽ അരിഞ്ഞിടണം. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അരിഞ്ഞിടാം, കുറച്ച് കട്ടിയുള്ളത് കൊണ്ട്. അരിഞ്ഞിടുമ്പോൾ കൈ സൂക്ഷിക്കണേ, കൈ മുറിയാതെ ഒന്ന് സൂക്ഷിക്കണം. കിഴങ്ങൊക്കെ നല്ലവണ്ണം കഴുകി നമ്മൾ നേരിയ രീതിയിൽ അരിഞ്ഞെടുക്കണേ. നമ്മൾ പഴംപൊരിക്ക് അരിയാറില്ലേ, അത് വളരെ കട്ടി കുറഞ്ഞ് അരിഞ്ഞെടുക്കണേ, എന്നാലേ നമ്മളെ പൊരി വെന്ത് കിട്ടൂ. നീളത്തിൽ അരിയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ റൗണ്ട് ഷേപ്പിലായിട്ടും മതിയേ. കട്ടി കുറഞ്ഞ് റൗണ്ടായിട്ട് അരിഞ്ഞെടുത്താലും മതി. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അരിയാൻ പറ്റും. ഷേപ്പല്ലല്ലോ പ്രാധാന്യം, രുചിയല്ലേ. എങ്ങനെ അരിഞ്ഞാലും രുചി ഒന്നായിരിക്കും. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. കിഴങ്ങെല്ലാം അരിഞ്ഞതിന് ശേഷം വീണ്ടും നല്ലവണ്ണം കഴുകണേ. പിന്നെ നമുക്കതിന് വേണ്ട മാവാണ് ശരിയാക്കേണ്ടത്. കടലമാവാണ് അതിന് വേണ്ടത്. ഇതുവരെ നമ്മൾ മൈദമാവിലോ അരിമാവിലോ ഉണ്ടാക്കിയിട്ടില്ല. പണ്ടേ ഇത് കടലമാവിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാറ്. ഇനി നമുക്ക് അതിനുള്ള ഡോ ശരിയാക്കിയെടുക്കാം. കടലമാവാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് കുറേ ഇതുണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ച് എല്ലാം എടുത്താൽ മതിയേ. പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് 2-3 അല്ലി വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയും വളരെ ചെറുതായി അരിഞ്ഞിടണേ. കറിവേപ്പിലയും മല്ലിയിലയും വെളുത്തുള്ളിയും എല്ലാം വളരെ പൊടിയായിട്ട് അരിഞ്ഞിടണം. മധുരക്കിഴങ്ങ് മാത്രമല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. 2-3 പഴുത്ത നേന്ത്രപ്പഴം കൂടി നമ്മുടെ കയ്യിലുണ്ട്. രണ്ടും കൂടി നമുക്ക് നല്ലൊരു സ്നാക്കാക്കാം. ഈ 2 സ്നാക്കിൽ ഏത് സ്നാക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. മധുരക്കിഴങ്ങിൻ്റെ പൊരി ഉണ്ടാക്കാനുള്ള കടലമാവിലേക്ക് നമ്മൾ പൊടിയായി അരിഞ്ഞ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയേ. മാവ് അധികം നേർത്ത് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത്. അത്യാവശ്യം ഒരു കട്ടിയൊക്കെ വേണം, എന്നാലേ നമ്മളെ മധുരക്കിഴങ്ങിൽ മാവ് പിടിക്കൂ. ഇതേ ലെവലായിരിക്കണം. ഇനി നമുക്ക് അവിടേക്കൊന്ന് ക്ലീൻ ചെയ്ത് ഇനി നമുക്ക് പഴംപൊരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പഴംപൊരി എല്ലാവർക്കും അറിയാമെങ്കിലും നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. പഴമൊക്കെ അത്യാവശ്യം കട്ടിയിൽ തന്നെയാണ് അരിഞ്ഞിട്ടുള്ളത്. തീരെ കട്ടി കുറച്ചിട്ടൊന്നുമില്ല. നല്ല പഴുത്ത പഴമാണ്. പഴം പൊരിക്കുന്നത് നമ്മൾ മൈദയിൽ തന്നെയാണ്. പഴത്തിനാവശ്യമായ മൈദയും എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇഡ്ഡലി മാവ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലേ നല്ലവണ്ണം പഴംപൊരി പൊങ്ങി വരൂ. മറ്റുള്ള ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല. പിന്നെ 1 മുട്ടയും ആവശ്യത്തിന് പഞ്ചസാരയും കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് 1 നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണേ. എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തു. ഈ മാവിലും കുറേശ്ശെയായി വെള്ളം ചേർത്ത് കലക്കിയാൽ മതിയേ. വെള്ളം കൂടിപ്പോകാൻ പാടില്ല. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. അങ്ങനെ പഴംപൊരിൻ്റെ മാവും കൂടി നമ്മൾ റെഡിയാക്കുന്നുണ്ട്. ഇങ്ങനെ കുറേശ്ശെയായി വെള്ളം ചേർത്ത് കൊടുത്താൽ നമ്മുടെ കയ്യിൽ മൈദ കുറവാണെങ്കിൽ ഒട്ടും പേടിക്കേണ്ടതില്ല. വെള്ളം കൂടിപ്പോയാൽ പിന്നെ എണ്ണയിലിടുമ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് കുറച്ച് കട്ടിയിൽ തന്നെ മാവ് ശരിയാക്കണമെന്ന്. അങ്ങനെ മാവും ശരിയായി, പഴവും മധുരക്കിഴങ്ങും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായി വെച്ച് അതിൽ ഓയിലോ വെളിച്ചെണ്ണയോ എന്തായാലും കുഴപ്പമില്ല. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഒട്ടും തന്നെ ഓയിലും കുടിക്കില്ല. അങ്ങനെ ഒരു കടായി വെച്ച് നമ്മൾ അതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. ഓയിലൊക്കെ നല്ലവണ്ണം ചൂടായി വരട്ടെ. നമുക്ക് ആദ്യം പഴംപൊരി പൊരിച്ചെടുക്കാം.
ഇനി ആദ്യം മധുരക്കിഴങ്ങ് പൊരിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഏതാണ് നിങ്ങൾക്കിഷ്ടം അതുപോലെ ചെയ്താൽ മതി. ഇടയ്ക്കൊക്കെ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. രണ്ടും നല്ല ടേസ്റ്റായിരുന്നു. എന്നാലും നമ്മളെ മക്കൾക്ക് ഇഷ്ടപ്പെട്ടത് കൂടുതലും കിഴങ്ങ് പൊരിച്ചതാണ്. കറിവേപ്പിലയും മല്ലിയിലയും വെളുത്തുള്ളിയും എല്ലാം ചേർത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പഴംപൊരിയൊക്കെ നന്നായി പൊരിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മധുരക്കിഴങ്ങ് പൊരിച്ചെടുക്കാം. എണ്ണയിൽ ഒന്നും മാറ്റം വരില്ല. നമ്മൾ അധികവും പുറത്തുനിന്നൊന്നും കടിയൊന്നും വാങ്ങിക്കഴിക്കാറുമില്ല. വീട്ടിലധികം ഉണ്ടാക്കാറുമില്ല. എപ്പോഴെങ്കിലും ഒന്ന് കൊതി തോന്നുമ്പോൾ മാത്രമേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറുള്ളൂ. ഇപ്പോൾ നമ്മൾ രണ്ടാമതും വറുത്ത് കോരിയത് പഴംപൊരി തന്നെയാണ്. ഇനി നമുക്ക് മധുരക്കിഴങ്ങ് പൊരിച്ചെടുക്കാം. എല്ലാവർക്കും ഇപ്പോൾ അസുഖമാണല്ലോ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കടികളൊന്നും കൂടുതൽ ഉണ്ടാക്കാറില്ല. എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെയെല്ലാം കഴിക്കാം. ഇപ്പോൾ നമ്മൾ പൊരിച്ചെടുക്കുന്നത് മധുരക്കിഴങ്ങാണ്. കറക്റ്റ് അളവിൽ തന്നെ മാവൊക്കെ ശരിയായത് കൊണ്ട് തന്നെ നല്ലവണ്ണം പൊങ്ങിയും വരുന്നുണ്ട്. എന്നാൽ ഓയിലൊട്ടും പൊട്ടിത്തെറിക്കുന്നു ഒന്നുമില്ല. ഇതേ അളവിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതിയേ. ഇത് വേറൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിൻ്റെ സ്മെല്ല് വരുമ്പോൾ തന്നെ ആ പഴയ കാലം ഓർമ്മ വരുന്നുണ്ടേ. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മളെ മധുരക്കിഴങ്ങ് പൊരിയും റെഡിയായി വന്നിട്ടുണ്ട്. ഒരിക്കൽ കൂടി പറയാം, ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കാത്തവർ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരിക്കലെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കണേ. ഇതേ അളവിൽ തന്നെ മല്ലിയിലയും കറിവേപ്പിലയും വെളുത്തുള്ളിയും എല്ലാം ചേർക്കണേ. എന്നാലേ ഇതിൻ്റെ ശരിയായ രുചി നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് ചൂടോടെ തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. ഈ രണ്ട് കടികളുടെ കൂടെ നല്ല ചൂടുള്ള പാൽ ചായയോ അല്ല കട്ടൻ ചായയോ ഏത് ചായ ആയാലും അടിപൊളി ടേസ്റ്റായിരിക്കും. ഉണ്ടോ, നമ്മളെ മധുരക്കിഴങ്ങ് പൊരി നന്നായി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കൂടുതൽ സമയമൊന്നും വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഴംപൊരി ഉണ്ടാക്കുന്ന അതേ ടൈം തന്നെ മതി. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.